ഫ്രണ്ട്സ്, ഞാനിന്നൊരു ചായയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പാൽപ്പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ചായയാണ് ഉണ്ടാക്കണേ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് ചായയാണ് ഉണ്ടാക്കണേ. അതിനുള്ളൊരളവാണ് കേട്ടോ പറയണേ. അപ്പോൾ തന്നെ നമുക്ക് പാൽപ്പൊടി ഒന്ന് കലക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. അപ്പോൾ നന്നായി കലങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി വേണം. ഞാൻ അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇവിടുത്തെ ഇഞ്ചിക്ക് അധികം ഒരു ഫ്ലേവർ ഇല്ല. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ നാടൻ ഇഞ്ചിയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു പകുതി മതിയാകും. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ഗ്രാമ്പു വേണം, പിന്നെ 2 ഏലക്കായ വേണം. അപ്പോൾ ഇത് 3ഉം കൂടെ കൂട്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചായ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചായ ഉണ്ടാക്കുന്ന പാനിൽ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ ഇഞ്ചി, ഗ്രാമ്പു, ഏലക്ക, ഇത് 3ഉം കൂടെ ചതച്ചത് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് ചായയിലേക്ക് 1 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഞാനിടുന്നത്. അപ്പോൾ ഈ ചായപ്പൊടി ഇട്ടതിന് ശേഷം ഒരു 10 സെക്കൻഡ് നല്ല പോലെ ഒന്ന് തിളക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ നമ്മുടെ പാൽപ്പൊടിയും പിന്നെ വെള്ളം കൂടെ ഉള്ളൊരു മിക്സ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർക്കണേ. ഇതൊരു നോർമൽ മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഇനി ഇതൊന്നും കൂടെ തിളച്ച് വരണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ചായ ഇവിടെ റെഡി ആയി. അപ്പോൾ ഞാനിന്ന് പാൽപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് നല്ല ഫ്രഷ് പാൽ വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ചിലർക്ക് പാൽപ്പൊടി വെച്ചിട്ടുള്ള ചായ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് പാൽ വെച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ മസാല ടീ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.